ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഗസ അധിനിവേശത്തിന് പിന്നാലെ ഇറാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. സ്വന്തം മണ്ണിൽ ഹമാസ് മേധാവി കൊല്ലപ്പെട്ടത് ഇറാനേറ്റ കനത്ത പ്രഹരമാണ്. ഇറാന്റെ ചാര ഏജൻസി മൊസാദാണ് ദീർഘനാൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ ഹനിയെ കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടുകൾ വന്നു. ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല, അതോടൊപ്പം നിഷേധിച്ചിട്ടുമില്ല. ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനി ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല. അതിൻ്റെ നിരാശ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ സേനകൾക്കുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോഴിതാ ഇസ്രായേലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാനിയൻ നേവിയുടെ കമാൻഡറാണ് ഇറാനെ വില കുറച്ച് കാണരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന് ഒരു ശക്തിയെയും ഭയമില്ലെന്നും റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി വ്യക്തമാക്കി. ഏതുതരം ആക്രമണവും നടത്താൻ ഇറാന് ശേഷിയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ശക്തികളെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇറാനുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെ ഉൾപ്പെടെ ചെറുക്കാൻ പരാജയപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെയും റിയർ അഡ്മിറൽ പരിഹസിച്ചു. പ്രതിരോധ സേനകളെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത അമേരിക്കയാണോ തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഷഹ്റാം ഇറാനി തുറന്നടിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 12ഓളം ഇസ്രായേലി കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് ചീഫ് കമാൻഡർ വെളിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ 14ഓളം കപ്പലുകളെ ആക്രമിച്ചതിന് പകരമായാണ് ഈ കപ്പലുകളെ ആക്രമിച്ചതെന്നും ചീഫ് കമാൻഡർ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയെ തടസ്സപ്പെടുത്താനായിരുന്നു ഈ ആക്രമണങ്ങൾ. തുടക്കത്തിൽ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിരുന്നില്ല. ഒടുവിൽ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് വ്യക്തമായി. തുടർന്ന് 12ഓളം ഇസ്രായേൽ കപ്പലുകളെ ആക്രമിച്ചതായും മേജർ ജനറൽ ഹുസൈൻ സലാമി അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ 5ാമത്തെ ഷിപ്പിനെ ആക്രമിച്ചപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് കൈകൂപ്പി ഇസ്രായേൽ സൈനികർ അപേക്ഷിച്ചെന്നും ഹുസൈൻ സലാമി വ്യക്തമാക്കി. ഒരിക്കൽ ബ്രിട്ടൻ ഇറാന്റെ കപ്പലിനെ പിടിച്ചെടുത്തു. പകരമായി ബ്രിട്ടന്റെ സ്റ്റെന ഇംബെറോ കപ്പൽ പിടിച്ചെടുത്തെന്നും ഹുസൈൻ സലാമി പറഞ്ഞു. ഗ്രീസിൽ വെച്ച് 2 കപ്പലുകൾ പിടികൂടിയപ്പോൾ അവരുടെ 2 ഷിപ്പുകൾ കീഴടക്കിയാണ് അതിനോട് പ്രതികരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷം കോവിഡ്, ഉപരോധങ്ങൾ തുടങ്ങി നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ആക്രമണ ഭീഷണിയുണ്ടായി, രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തി. ഈ പ്രതിസന്ധികളെല്ലാം ഇറാൻ തരണം ചെയ്യാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാലെയാണ് തങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് വെല്ലുവിളിച്ച് റിയർ അഡ്മിറൽ എത്തിയത്. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ളയും ഹൂതികളും. കഴിഞ്ഞ ദിവസം ഒരു സിവിലിയൻ ബിൽഡിങ്ങിൽ ലെബനീസ് സായുധ സേനയായ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇസ്രായേലിലെ നഹരിയയിലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനനിൽ നിന്ന് തൊടുത്തുവിട്ട ഈ 2 ഡ്രോണുകളിൽ ഒന്നാണ് ബിൽഡിങ്ങിൽ പതിച്ചതെന്നാണ് IDF പറയുന്നത്. നിരീക്ഷണ ക്യാമറകളാണ് ഈ ദൃശ്യം പകർത്തിയത്. നഗരിയയിലൂടെ ഡ്രോണുകൾ പറക്കുന്നതും ആക്രമണത്തിന് തൊട്ടുമുമ്പ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും സൈറൻ മുഴങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാനാവും. നേരിട്ട് ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് IDF ചീഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഹിസ്ബുള്ള തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായി ഇവിടെ മാറിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നതിനെക്കുറിച്ച് പോലും അധികാരികൾ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലെബനനെ ആക്രമിച്ച് കീഴടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഭീഷണി മുഴക്കിയത്. എന്നിട്ടും ആക്രമണവുമായി ഹിസ്ബുള്ള മുന്നോട്ട് പോവുകയാണ്.